വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുതെന്ന് കർത്താവ് മോശയോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ കർത്താവ് മോശയോട് വിശദീകരിച്ചു. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. ലേവ്യർ 26-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വെറുത്ത് എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശം വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും. നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും. ശത്രുക്കളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും. നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും. പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും. ലേവ്യർ 26-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ കോപത്തിന് വിധേയരായിട്ടും തിന്മയിൽ കഴിയുന്നവർക്ക് കർത്താവ് 7 ഇരട്ടി ശിക്ഷ നൽകുമെന്നും താക്കീത് നൽകുന്നു. അതേസമയം തിന്മകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് പ്രായശ്ചിത്തമനുഷ്ഠിച്ചാൽ അവർക്ക് പാപമോചനം നൽകപ്പെടുമെന്നും കർത്താവ് ഉറപ്പ് നൽകി. പഴയ നിയമത്തിലെ 3-ാം പുസ്തകമായ ലേവ്യർ ഇവിടെ അവസാനിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.